ഞാനിപ്പോ പ്രണവിന്റെ ഭാര്യ, ഈശ്വരമംഗല വീടിന്റെ മരുമകൾ. നിധിക്ക് ഈ വീട്ടിൽ എത്രത്തോളം അംഗീകാരം കിട്ടുന്നു അതേ അംഗീകാരം എനിക്ക് കിട്ടണം. നിധി മരുമകളായിട്ട് ഈ വീട്ടിൽ വന്ന് കയറിയപ്പോ അവളെ നിങ്ങൾ എങ്ങനെയൊക്കെ സ്വീകരിച്ചോ, എന്തൊക്കെ ചടങ്ങുകൾ നടത്തിയോ, അതെല്ലാം എനിക്കും ചെയ്ത് തന്നേ പറ്റൂ. നടക്കില്ല. നിന്നെ നിധിയും ഒരേ കണ്ണിൽ കാണാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. നിധിക്ക് ഈ വീട്ടിൽ കിട്ടുന്ന അംഗീകാരവും അവകാശവും നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട ശിവാനി. കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ വരട്ടാണോ നീ ഞങ്ങളെ? വരട്ടാനൊന്നും ഞാനില്ല. ഞങ്ങൾക്ക് അംഗീകാരം കിട്ടാത്തൊരു വീട്ടിൽ താമസിക്കണമെന്ന ആഗ്രഹവും ഞങ്ങൾക്കില്ല. വേറൊന്നും ചെയ്യില്ല. ഞങ്ങൾ ഈ വീട് വിട്ടിറങ്ങും, അത്രേ ഉള്ളൂ. എങ്കിൽ പിന്നെ അത് നീ ആദ്യം ചെയ്യേ. അങ്ങനെ തന്നെയല്ലേ വന്നു കയറിയപ്പോഴും ഞാൻ പറഞ്ഞത്, ഇറങ്ങിപ്പോ വെളിയില്. അങ്ങനെ അങ്ങ് തിടുക്കം കാണിക്കില്ലേ ആന്റി. വെറുതെ അങ്ങ് ഇറങ്ങി പോവാൻ വേണ്ടി വിഡ്ഢികളൊന്നുമല്ല ഞങ്ങള്. എന്റെ ഭർത്താവ് പ്രണവിന് നിയമപരമായി ഇവിടുന്ന് കിട്ടേണ്ട അവകാശങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ. അതിങ്ങ് ഭാഗം വെച്ച് തന്നേക്ക്, ഞങ്ങളങ്ങ് പോയിക്കോളാം. ഇവള് പറയുന്നത് കേട്ടില്ലേ ഗോപിയേട്ട? നീ അകത്തേക്ക് കാലെടുത്ത് വെച്ചില്ലല്ലോ. അതിനു മുമ്പേ ഭാഗം വെപ്പ് വരെ എത്തിച്ചല്ലോ കാര്യങ്ങള്, അല്ലേ? ഇതിനു വേണ്ടിയിട്ടാണോ നീ അവനെ കല്യാണം കഴിച്ചത്? ഏത് സ്വത്തിന്റെ കാര്യം നീ പറയുന്നത്? വരുന്നവർക്കും പോകുന്നവർക്കൊക്കെ ഭാഗം വെച്ച് കൊടുക്കാനുള്ളതല്ല ഈശ്വരമംഗലത്തിന്റെ സ്വത്തുവകകൾ. എന്താ പ്രണവിത്? ഞാൻ ചോദിച്ചല്ലേ വല്ല കുഴപ്പമുണ്ടോ? ഈ വീട്ടില് പ്രണവിന് ഇത്രയ്ക്ക് വിലയുള്ളോ? നമ്മള് കല്യാണം കഴിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഒരു പുതു മണവാളനും മണവാട്ടിക്കും വേണ്ടി നടത്തേണ്ട ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് നടത്തണമെന്ന് മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിന് പ്രണവിന് ചേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? വലിയ കഷ്ടമാണിത് പ്രണവ്. ശിവാനി പറഞ്ഞാൽ എന്താ കേട്ടോ തെറ്റ്? ഒന്ന് ആരതി ഒഴിയണമെങ്കിൽ യാചിക്കണം. പൂജാമുറി കയറി ഒന്ന് വിളക്ക് കത്തിക്കാൻ മാറി മാറി എല്ലാവരും കാല് പിടിക്കണം. ഇടത്തെ പാലുമ്പഴം കൊണ്ടുവന്ന എങ്ങനെയാ? മനസ്സില്ല മനസ്സോടെ. ഇതെന്താ നേരത്തെ ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ വഴിയിലൊന്ന് കയറിയതാണോ? അപ്പൊ എനിക്ക് വീട്ടിലൊരു അവകാശം ഇല്ലേ? പ്രണവ്, പറയാത്ത കാര്യങ്ങളൊന്നും പറയരുത് ഇവിടെ.